ഹലോ. അപ്പോൾ നമ്മളിന്ന് ദുബായ് മോളിലേക്ക് പോവുകയാണ് കേട്ടോ. റിത്തൂസ് വലുതായതിന് ശേഷം ഇതുവരെ ദുബായ് മോളിൽ പോയിട്ടില്ല. അപ്പോൾ വിചാരിച്ച് അവനൊന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് കരുതി. പിന്നെ പുറത്ത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ പുറത്ത് കറങ്ങാൻ പോകുന്നതിനെക്കാട്ടിയും ബെറ്റർ ദുബായ് മോളിൽ പോയാൽ കുറച്ച് AC കറങ്ങാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു ദുബായ് മോളിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലാൻഡ് മാർക്ക്. നമ്മൾ ഇതുവഴിയാണ് ഉള്ളിൽ കയറിയത്. ഈ സൈഡിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. റിത്തൂസ് നടക്കാൻ തുടങ്ങിയതിന് ശേഷം അവനെ എടുക്കുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ അവൻ നടക്കുന്ന വഴിയെ ഞങ്ങൾ നടക്കണം. അവൻ എങ്ങോട്ടാണോ പോകുന്നത് അത് ഫോളോ ചെയ്ത് പോവുക എന്നതായിരുന്നു ഞങ്ങളുടെ പണി. അങ്ങനെ നടന്ന് ഞങ്ങൾ തളർന്നു, അവൻ തളർന്നിട്ടില്ല. ദുബായ് മോളിൽ പോയിട്ടുള്ള കുറച്ച് മെമ്മറീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ ദുബായ് മോൾ വിസിറ്റ് ചെയ്തത്, പിന്നെ എൻ്റെ അമ്മ ഫസ്റ്റ് ദുബായിൽ വിസിറ്റ് ചെയ്തപ്പോൾ ദുബായ് മോളിൽ പോയത്, പിന്നെ റിത്തൂസിനെയും കൊണ്ട് ഫസ്റ്റ് ടൈം ദുബായ് മോളിൽ പോയത്. ഇതൊക്കെ നമുക്ക് ഈ സെയിം സ്പോട്ടിലെത്തുമ്പോഴത്തേക്കും ആ മെമ്മറീസ് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ റിത്തൂസിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അവനിങ്ങനെ ഫിഷ് പോകുന്നത്, അവന് മറ്റേ കൊക്കോമെലനിലെ ബേബി ഷോക്കിൻ്റെയൊക്കെ പാട്ട് കണ്ടിട്ട് അവന് സെയിം കണക്കൊക്കെ അത് കണക്കൊക്കെ തോന്നിയതുപോലെയൊക്കെ തോന്നി. അത്രയ്ക്ക് അവന് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അവനിങ്ങനെ ഈ ഫിഷ് കൂട്ടത്തോട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അത് പോകുന്ന വഴിയെ അവന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി. ഇവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അത്രയ്ക്ക് തിരക്കില്ലാത്തത് കൊണ്ട് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നമ്മളൊരു ഉച്ച സമയത്തായിരുന്നു പോയത്. നടക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിരുന്നത് റിത്തൂസിനെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു. നിലത്ത് നിൽക്കുന്നതും കാണാം, എങ്ങോട്ടെങ്കിലും പോകുന്നതും കാണാം, പിന്നെ അവനെ കാണാനേ കിട്ടൂല. അതുകൊണ്ട് എപ്പോഴും അവൻ്റെ പുറകെ ഇങ്ങനെ അവനെ വാച്ച് ചെയ്ത് നടക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കുറേ നേരം നമ്മൾ ഇവിടെ നിന്ന് കറങ്ങി, കാരണം ഒട്ടും ആളില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ആൾക്കാർ ഈ വീൽ ചെയറിൽ വരുന്ന ആൾക്കാരെയൊക്കെ അവൻ പോയി തള്ളുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഒരുവിധം പിടിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോപ്കോൺ വാങ്ങിക്കൊടുത്ത് കയ്യിലെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം നടത്തം മാത്രമേ ഉള്ളൂ. നടന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. അപ്പോഴേക്ക് റിത്തൂസ് കുറച്ച് ഉറങ്ങിപ്പോയി കേട്ടോ, പാവം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ദുഷ്ട എഴുന്നേറ്റു. ഞങ്ങളെ ഫുഡ് കഴിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞങ്ങൾ കഴിച്ചൊപ്പിച്ചു. പിന്നെ അവിടുന്ന് വീണ്ടും നടക്കാൻ തുടങ്ങി. ഈ നടത്തം മാത്രമാണ് ഈ വീഡിയോ ഫുള്ളുള്ളത്. പിന്നെ ഞങ്ങൾ നടന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവനിത് നല്ല ഇഷ്ടമായി. കാരണം ഇത് മുകളിൽ നിന്ന് താഴോട്ടാണോ വരുന്നത്, താഴ്ന്ന് മുകളിലോട്ടാണോ വരുന്നതെന്ന് ഉള്ളൊരു കൗതുകം. കുറച്ച് നേരം അതിലൊക്കെ നോക്കി നിന്നു. പിന്നെ അവൻ്റെ ഓട്ടവും ചാട്ടവും തുടങ്ങി. പിന്നെ നമ്മൾ ഫൗണ്ടെയിനെ ലക്ഷ്യം വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം 7 മണിക്ക് വാട്ടർ ഫൗണ്ടെയിൻ സ്റ്റാർട്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും റിത്തൂസിനെയും കൊണ്ട് നടന്ന് പോണ വഴിക്ക് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി. കാരണം ഫുഡ് കഴിക്കാൻ പോയടുത്ത് നമ്മൾ ഫുള്ള് ഡ്രസ്സിലൊക്കെ ആക്കിയിട്ട് ഡ്രസ്സ് ഫുള്ള് അഴുക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാട്ടർ ഫൗണ്ടൻ അങ്ങോട്ട് നടന്നു. അപ്പോൾ ചൂടാണ്, എന്താവും അവസ്ഥയെന്ന് അറിയത്തില്ല. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് പോയി. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. പിന്നെ പുറത്തായിരുന്നു ആൾക്കാർ ഫുള്ളുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഒരുവിധം കുറച്ച് സ്ഥലം ഒപ്പിച്ച് ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസിനും വേണ്ടിയിട്ട് അവിടെ നിന്നു. അപ്പോൾ റിത്തൂസ് ഫസ്റ്റ് ഇതിൻ്റെ മ്യൂസിക് വന്നപ്പോഴത്തേക്കും അവൻ പേടിച്ചു പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഓക്കെ ആയി. ആ വെള്ളം വീഴുന്നതൊക്കെ കണ്ടപ്പോൾ അവ ഓക്കെ ആയി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതിൽ ആ മ്യൂസിക് വരുന്നത് ഫസ്റ്റ് ഒരു CID ചേസിങ് അങ്ങനത്തെ ഒരു മ്യൂസിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ടുമാണ്. അപ്പോൾ പെട്ടെന്ന് കുട്ടി പേടിച്ചു പോയി. അങ്ങനെ കുറച്ച് അവൻ പേടിച്ച് കരഞ്ഞു. പിന്നെ അവൻ ഓക്കെ ആയി. ഈ വെള്ളം ഇങ്ങനെ വീഴുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ ഓക്കെ ആയി. പിന്നെ കുറച്ച് നേരം അത് എൻജോയ് ചെയ്ത് നിന്നു. പിന്നെ നമ്മൾ റിട്ടേൺ പോകണം. ഇപ്പോൾ സമയം 7 മണിയായിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മൾ റോഡിൽ ഇറങ്ങുവാണെങ്കിൽ നല്ല ട്രാഫിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് മോളിൻ്റെ പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഈ വാട്ടർ ഷോ ഫുള്ള് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എപ്പോൾ കണ്ടാലും ഒരു പുതുമ തോന്നും. എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും വീണ്ടും കാണുമ്പോൾ ഒരു പുതുമയൊക്കെ തോന്നും. സെയിം മ്യൂസിക് ഒരു 3 വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും ഉള്ള സെയിം മ്യൂസിക്, സെയിം ഷോ. എന്നാലും നമുക്ക് വീണ്ടും കാണുമ്പോൾ ഒരു കൗതുകം തന്നെ. പിന്നെ റിത്തൂസിന് അവൻ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് അവൻ അതിൻ്റെ കൗതുകം. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾ ചെന്ന സമയത്ത് ആളില്ലെങ്കിലും
പിന്നെ ആയപ്പോഴത്തേക്ക് നല്ല തിരക്കായി തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റിത്തൂസിനെ വാരിപ്പറക്കി എടുത്ത് തിരിച്ചു പോയി.